അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ട വെച്ചിട്ടുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 5 മുട്ട അതാ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തതിൽ നിന്ന് ഒരു പീസ് മുട്ടതാ എടുത്തു. ഇനി ഇതിൻ്റെ മഞ്ഞ നമുക്ക് മാറ്റി വയ്ക്കാം, പിന്നീട് ആവശ്യമുണ്ട്. നമ്മൾ മുട്ടയുടെ മഞ്ഞ മാറ്റി എടുത്തില്ലേ, അതിൻ്റെ പകുതി പീസ് ഇതാ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 3ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കയ്യിൽ വെച്ച് കട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ മഞ്ഞ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ടയുടെ വെള്ള ഒരു പീസ് 3ആയിട്ട് കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ മുട്ടയുടെ മഞ്ഞ വേണ്ടാത്തവർക്ക് മഞ്ഞ ഒഴിവാക്കാം. ഞാനിപ്പോൾ മുട്ടയുടെ മഞ്ഞയും കൂടെ എടുക്കുകയാണ്. ഇനിതാ ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്, ഇത് മാറ്റി വെക്കാം. ഇനി മുട്ട ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ മുട്ടയെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ നിറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് ബ്രൗൺ ആവാൻ നിൽക്കരുത്. ബാക്കി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം എന്ന് പറയുമ്പോൾ പെരുംജീരകമാണ്, ചെറിയ ജീരകമല്ല. ഇതിലേക്ക് 3 ഏലക്കയും 3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, ഇത്രയും സ്പൈസസ് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സ്പൈസസ് ഒക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം വരും. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അല്ലാതെ നമ്മളിതുപോലെ ചതച്ചിട്ട് വേണമെങ്കിലും അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 12 അല്ലി വെളുത്തുള്ളി അല്ലി കൂടി ഇട്ട് കൊടുക്കാം. ഇത് വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇടയ്ക്ക് ഇത് കിടക്കുമ്പോൾ കഴിക്കാനൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 12 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കും. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അത് മാത്രമായാലും മതി. ഇതും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 3 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 3-4 ഒക്കെ എടുക്കാവുന്നതാണ്. ഈ സവാള എല്ലാം നല്ലൊരു ഗോൾഡൻ നിറാവുന്നതുവരെ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയും കൂടെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാനിപ്പോൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, വെറും സവാള വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടെടുക്കുന്നത്. ഇതൊന്ന് നല്ലോണം മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ സവാള എല്ലാം ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ നിറാവണ്ട, ഇതുപോലെ ഒരു ഗോൾഡൻ നിറാവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും ഗോൾഡൻ നിറമാവണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സാധാരണ നമ്മൾ സവാള വഴറ്റുന്ന പോലെ വഴറ്റിയല്ല എടുക്കുന്നത്. നല്ലൊരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ നിറാവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അധികം എരിവില്ല. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ പച്ചമുളക് ചേർത്തു, മുളക് പൊടി ചേർത്തു, ഇപ്പോൾ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് വേണം എല്ലാം ചേർത്ത് കൊടുക്കാൻ. ഇത് കറക്റ്റ് പാകത്തിലുള്ള എരിവാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
ഇനി ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാൻ. പെട്ടെന്ന് തന്നെ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സവാളയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി കിടക്കുകയാണ്. നമ്മൾ പൊടി ഇടുന്ന സമയം തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം അടുത്തടുത്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി കിട്ടുന്നത് വരെ ഒന്നുകിൽ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ 1-2 മിനിറ്റ് മൂടി വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇതാ തക്കാളി വേവിക്കാൻ വെച്ചിട്ട് ഒരു 2 മിനിറ്റായി. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തക്കാളിയൊക്കെ അങ്ങ് ഉടഞ്ഞു വന്നോളൂ. തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ വേണമെന്നുള്ളവർക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ല, സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാല ഇടുമ്പോൾ കൂടിപ്പോരുത്. ആദ്യം നമ്മൾ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ലാസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്പം ഞാൻ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഇത് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഇതാ ഒരു 2 മിനിറ്റായി. ഹൈ ഫ്ലെയിമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കുക. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുട്ടയുടെ മഞ്ഞയൊന്നും പൊടിഞ്ഞു പോകരുത്. അപ്പോൾ മുട്ടയുടെ മഞ്ഞ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സമയം ഒഴിവാക്കുക. മുട്ടയുടെ മഞ്ഞ ഇല്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒരു മിനിറ്റും കൂടി ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ദാ മൂടി വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റായി. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മുട്ടക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ വറ്റിക്കണമെന്നുണ്ടെങ്കിൽ വറ്റിച്ച് റോസ്റ്റായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ടക്കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലഞ്ചിൻ്റെ കൂടെയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ മുട്ടക്കറി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്